CPM-ൻ്റെ 24ാമത് പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നോടിയായുള്ള പാർട്ടി ജില്ലാ സമ്മേളനത്തിനാണ് അതിൻ്റെ പ്രതിനിധി സമ്മേളനമാണ് ഇപ്പോൾ സമാപിച്ചിട്ടുള്ളത്. ഏതാനും സമയങ്ങൾക്കകം പൊതുപ്രകടനം ആരംഭിക്കും. വളണ്ടിയർ മാർച്ചോട് കൂടിയിട്ടുള്ള വലിയ 25,000 ആളുകൾ പങ്കെടുക്കുന്ന ബഹുജന റാലിയാണ് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ജില്ലാ സമ്മേളനം വയനാട്ടുമായി ബന്ധപ്പെട്ട ജനകീയമായ നിരവധി പ്രശ്നങ്ങൾ ജില്ലാ സമ്മേളനം ഗൗരവപൂർവ്വം തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും അടിയന്തരമായി പരിഹരിക്കപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കേണ്ട വിഷയം വളരെ ഗൗരവത്തിലാണ് പാർട്ടി സമ്മേളനം ചർച്ച ചെയ്തിട്ടുള്ളത്. ഇന്നലെ മന്ത്രിസഭയുടെ പ്രത്യേക യോഗം തന്നെ ഓൺലൈനായി ചേർന്നുകൊണ്ട് പുനരധിവാസം അതിവേഗതയിലാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 26-ാം തീയതി അതിനുവേണ്ടി പ്രത്യേക യോഗം ഒന്നുകൂടി ചേർന്നുകൊണ്ട് അതിൻ്റെ അന്തിമമായ പദ്ധതിയെ സംബന്ധിച്ച് തീരുമാനം എടുക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ജില്ല നേരിടുന്ന മറ്റ് ചില വിഷയങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് രാത്രികാല ഗതാഗത നിരോധനം, അതുപോലെ ബദൽ റോഡുകളുടെ വിഷയം, വന്യമൃഗശല്യം, വയനാട്ടിലെ 18% വരുന്ന ആദിവാസി ജനവിഭാഗങ്ങളുടെ പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന ഭൂപ്രശ്നം, ആദിവാസി ജനവിഭാഗങ്ങളുടെ തന്നെ ജീവിതവുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ തോട്ടം മേഖലയിലെ തൊഴിലാളികളുടെ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇത്തരത്തിലുള്ള വയനാട്ടിലെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധിയായ പ്രശ്നങ്ങൾ ഗൗരവപൂർവ്വം ചർച്ച ചെയ്തുകൊണ്ടുള്ള നിരവധി പ്രമേയങ്ങൾ പാർട്ടി ജില്ലാ സമ്മേളനം അവതരിപ്പിച്ചിട്ടുണ്ട്, പാസ്സാക്കിയിട്ടുണ്ട്. ആ പ്രമേയത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള തുടർ പ്രവർത്തനങ്ങൾക്ക് പാർട്ടി നേതൃത്വം നൽകും. അതോടൊപ്പം പാർട്ടിയുടെ പുതിയ ജില്ലാ കമ്മിറ്റിയെ 27 അംഗങ്ങളടങ്ങുന്ന പാർട്ടി ജില്ലാ കമ്മിറ്റിയെ ഐക്യകണ്ഠേനയാണ് തിരഞ്ഞെടുത്തത്. അതുപോലെ സംസ്ഥാന സമ്മേളന പ്രതിനിധികളെ ഐക്യകണ്ഠേനയാണ് തിരഞ്ഞെടുത്തത്. 27 അംഗ ജില്ലാ കമ്മിറ്റിയിൽ 5 പുതുമുഖങ്ങളുണ്ട്. അതിനകത്ത് വനിതകളുടെ എണ്ണം, നേരത്തെ വനിതകൾ 3 പേരായിരുന്നെങ്കിൽ ഇപ്പോൾ 4 പേർ വനിതകൾ ജില്ലാ കമ്മിറ്റിക്കകത്ത് വന്നിട്ടുണ്ട്. അതുപോലെ യുവജനങ്ങളുടെ എണ്ണവും ഈ കമ്മിറ്റിയിൽ കൂടുതൽ വർദ്ധിപ്പിക്കാൻ ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ പാർട്ടിയുടെ പുതിയ ജില്ലാ സെക്രട്ടറിയായി നമ്മുടെ ജില്ലയിലെ യുവജന രംഗത്ത് വളരെ നേതൃത്വപരമായ പങ്കുവഹിച്ചുകൊണ്ട് ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ അഭിമാനകരമായ രീതിയിൽ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും രാജ്യത്താകെ തന്നെ ശ്രദ്ധ നേടിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ DYFIയുടെ നേതൃത്വത്തിലുള്ള യൂത്ത് ബ്രിഗേഡിന് നേതൃത്വം നൽകിക്കൊണ്ട് പ്രവർത്തിച്ച ജില്ലയിലെ യുവജന പ്രസ്ഥാനത്തിൻ്റെ എതിരാളികളുടെ വലിയ രീതിയിലുള്ള വിദ്യാർത്ഥി പ്രസ്ഥാന കാലഘട്ടത്തിൽ തന്നെ എതിർ രാഷ്ട്രീയക്കാരുടെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾക്കടക്കം വിധേയമായിട്ടുള്ള സഖാവ് റഫീഖിനെ പാർട്ടിയുടെ പുതിയ ജില്ലാ സെക്രട്ടറിയായി ഐക്യകണ്ഠേന തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ജില്ലയിലെ പാർട്ടിയെ കൂടുതൽ കരുത്തുറ്റതാക്കി മാറ്റാനുള്ള നല്ല ഊർജം ലഭിക്കുന്ന ഒരു സമ്മേളനമാണ് ബത്തേരിയിൽ നടന്നിട്ടുള്ളത് എന്നതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഭാരവാഹികളെ മാറ്റുക എന്തുകൊണ്ട് പ്രത്യേക മാറ്റമൊന്നുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഓരോ പ്രവർത്തകർക്കും അവർക്ക് നിരവധിയായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാറുണ്ട്. അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ ഓരോരുത്തരെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ പാർട്ടി നിർവഹിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഈ പാർട്ടിയിൽ സെക്രട്ടറി ഒരാൾ മാറുന്നു എന്നുള്ളതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അത് പുതിയ ആളുകളെ, ഇപ്പോൾ ഞാൻ കഴിഞ്ഞ 2017 ജില്ലാ സെക്രട്ടറിയായി വരുമ്പോൾ ഞാൻ ജില്ലാ സെക്രട്ടേറിയറ്റിൽ പോലും ഇല്ലാത്ത ആളാണ്. ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഇല്ലാത്ത എന്നെ സെക്രട്ടറി ആക്കി. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഒരു അതാത് കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പാർട്ടി ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യുവജന രംഗത്ത് നല്ല രീതിയിൽ പാർട്ടിയിൽ യുവജനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന് നന്നായി ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടമാണിത്. മാത്രമല്ല പാർട്ടിയെ നയിക്കാൻ യുവ നേതൃത്വം തന്നെ ഉണ്ടാകണമെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണിത്. കാരണം പുതിയ കാലഘട്ടത്തിൽ പാർട്ടിയെ നയിക്കാൻ അപ്പം അതിന് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. പാർട്ടി ഐക്യകണ്ഠേനയാണ് പുതിയ സെക്രട്ടറിയെ തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ല, അതങ്ങനെ ഒരുപാട് ആളുകൾ മാറാറില്ല. ഏരിയ സെക്രട്ടറിമാർ എത്രയോ ആൾ മാറിയിട്ടുണ്ട്. നിൽക്കാൻ തന്നെ 3 ഘട്ടം എന്ന് പറയുന്നത് 3 ടേമിന് അപ്പുറത്ത് നിൽക്കരുത് എന്നാണ്.
3 ടേം നിൽക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. 3 ടേമിന് അപ്പുറത്ത് നിൽക്കാൻ പാടില്ല. എന്നാൽ 3 ടേമിനകത്ത് 1 തവണയായാലും മാറാം, 2 തവണയായാലും മാറാം, 3 ടേം വരെ നിൽക്കാൻ പാടില്ല. അതാണ് പാർട്ടിയുടെ നിലപാട്. അതല്ലാതെ നേരത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഗഗാരൻ നിങ്ങളുടെ മുമ്പാകെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞു. എല്ലാ നടപടികളും ഏകകണ്ഠമായിരുന്നു. എന്നാൽ സഖാവിൻ്റെയും കൂടെ നിർദ്ദേശത്തിൻ്റെയും കൂടി ഭാഗമായിട്ടാണ് പുതിയ സെക്രട്ടറി വരിക. വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിലല്ലേ ഏകകണ്ഠമായ നടപടികളായിരുന്നു ഉണ്ടായിരുന്നത്. മറ്റേ ആര് അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് അതിനെപ്പറ്റി ധാരണ വേണ്ട. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരാളുടെ മാറാൻ താല്പര്യം, ചേരാൻ താല്പര്യം എന്ന് പറയുന്നതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലില്ല. ഞാൻ ആഗ്രഹിച്ച് സെക്രട്ടറി ആവുക, ഞാൻ ആഗ്രഹിച്ച് ഒഴിവാവുക എന്ന് പറയുന്നതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ രീതി. അത് വളരെ കൃത്യമാണ്. അതിൻ്റെ സംഘടനാ രീതി എന്ന് പറയുന്നത് കമ്മിറ്റിക്കകത്ത് ചർച്ച ചെയ്ത് ഉണ്ടാക്കുന്ന പൊതു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് നിൽക്കുക. അതിൽ ഐക്യകണ്ഠേന എന്ന് പറയുന്നത് എൻ്റെ കൂടി അഭിപ്രായത്തിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ സെക്രട്ടറി വരുന്നത്. അതാണ് ഐക്യകണ്ഠേന എന്ന് പറയുന്നത്. അതിൽ വേറെ വ്യത്യസ്തതകളില്ല. പാർട്ടി എന്ന് പറയുന്നത് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന ജീവിതത്തിന് ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഇരിക്കുക എന്നുള്ളതല്ല. ഞാൻ തന്നെ എത്രയോ സെക്രട്ടറി ആയിട്ടുണ്ട്, നിരവധി ട്രേഡ് യൂണിയൻ സെക്രട്ടറി ആയിട്ടുണ്ട്, പാർട്ടി ഏരിയ സെക്രട്ടറി ആയിട്ട്, ലോക്കൽ സെക്രട്ടറി ആയിട്ട്, ഞാൻ ലോക്കൽ സെക്രട്ടറി ആയിട്ട് 1 മാസമായിരുന്നു. ഏരിയ സെക്രട്ടറി ആയിട്ട് 12 കൊല്ലം ഇരുന്നിട്ടുണ്ട്. ഇപ്പോൾ ജില്ലാ സെക്രട്ടറി ആയിട്ട് 7 കൊല്ലം ഇരുന്നു. ഞാൻ നിരവധി യൂണിയൻ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച് 6 മാസം ആകുമ്പോഴേക്ക് മാറി അടുത്ത യൂണിയൻ ഉണ്ടാക്കാൻ ഞാൻ പോയിട്ടുണ്ട്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തനം എന്ന് പറയുന്നത് വ്യത്യസ്തമായ തലങ്ങളിൽ എത്രയോ വിപുലമായ സാധ്യതകളുള്ള ഒരു പ്രവർത്തനം ഉള്ള ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്തെ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നവരല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ. ഞങ്ങളൊക്കെ ജീവിതം എന്ന് പറയുന്ന ഓർമ്മ വെച്ച കാലം തൊട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഇപ്പോഴും എൻ്റെ പേരക്കുട്ടി പോലും 3 വയസ്സായ പേരക്കുട്ടി പോലും CPM സിന്ദാബാദ് വിളിച്ചു തുടങ്ങി. അതാണ് ഞങ്ങളുടെ ഒരു രക്തത്തിൽ തന്നെ അലിഞ്ഞു ചേർന്ന ഒരു രാഷ്ട്രീയ പാരമ്പര്യം എന്ന് പറയുന്നത്. അതിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഇക്കാര്യത്തിൽ ആവശ്യമില്ല.